നല്ല പടം നല്ല പടം നല്ല പടം റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി അടിപൊളി കൊള്ളാം. നല്ല സിനിമ നല്ല സിനിമ അടിപൊളിയാ അടിപൊളിയാ. ഒരു ഗംഭീരായിരുന്നു. മഹേഷേട്ടൻ വരുന്നുണ്ട്, പിടിച്ചോ. ഒരു ചരിത്രമാണ്, എപ്പിക്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ലൈക്ക് അൾട്ടിമേറ്റ് ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു ഫോർ ബോത്ത് ദ ബിക്കംസ്. അടിപൊളി പടം. മെസ്സേജുകൾ, ധാരാളം മെസ്സേജുകളുണ്ട്, എല്ലാവരും കണ്ടിരിക്കണം. നല്ല പടം നല്ല പടം അടിപൊളി പടം. ലാലേട്ട പോർഷൻ സൂപ്പർ. കൊള്ളാം. സൂപ്പർ. നല്ല പടം അടിപൊളി പടം. നല്ല മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. കോമ്പിനേഷൻസ്, ക്യാമിയോ ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ ലാലേട്ടൻ്റെ റോള്. കോമ്പിനേഷൻസ് എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഗൂസ് ബംസ് വരും. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ ഇരുന്നാലേ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പടത്തിൽ എല്ലാം എവറിത്തിങ് അബൌട്ട് ഇറ്റ് ഇസ് ഗുഡ്. കഥയും കാസ്റ്റും എല്ലാം ഒന്നും പറയാനില്ല. മമ്മൂക്കയും ലാലേട്ടനും കൂടി ഒന്നിച്ച് അഭിനയിക്കണ പടമാണ്. തൂക്കി, രണ്ടുപേരും തൂക്കി. അതിലഭിനയിച്ച എല്ലാ നടിമാരായാലും നടന്മാരായാലും എല്ലാവരും കട്ടക്ക് സപ്പോർട്ടാണ് എല്ലാവരും. എല്ലാവരും. മമ്മൂക്കനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മമ്മൂക്ക ഇംഗ്ലീഷിലുള്ള സംസാരം പൊളിയാണ്. ലാലേട്ട അർബാദിക്കണത്. പിന്നെ ബിഗ് ബി കഴിഞ്ഞിട്ടുള്ള ചിത്രമാണ് ഇവിടെ ഒന്നിച്ചുള്ള. പൊളിയാണ് ലാലേട്ടൻ മമ്മൂക്ക. അതിൽ മമ്മൂക്കയും കൂടി കുറച്ചും കൂടി വന്നപ്പോൾ പൊളി. തൂക്കി പടം. ഒന്നും പറയാനില്ല. എല്ലാവർക്കും പോയി കാണാം. നല്ല പടമായിരുന്നു. പക്ഷേ പിടിക്കണ്ടേ. നല്ല പടമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ കുറച്ചേ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പ്രതീക്ഷ അത്ര വന്നിച്ചെങ്കിലും നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ സ്കോർ ചെയ്തു. മമ്മൂട്ടിയും ഇത്ര പ്രായമായിട്ട് നല്ല ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ പടമായിരുന്നു. ചാക്കോച്ചനും സ്കോർ ചെയ്തു. ഒരു എബോ ആവറേജ് പടമാണ്. ഒരു 200 ക്ലബ് എന്തായാലും ക്ലബ് ആയിരിക്കും. 200 ക്ലബ് മൂന്ന് എല്ലാവർക്കും ലാഗൊന്നും ചെയ്തു. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നത്. സൂപ്പറായിട്ട് കണ്ടോണ്ടിരിക്കാൻ അടിപൊളി മൂവി, സൂപ്പർ മൂവി. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, കാരണം ഇപ്പോഴത്തെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് വിഷയം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു അനീതി ലാപ്ടോപ്പിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്രൈം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പക്കാ സോൾജർ മൂവി. അതുപോലെ തന്നെ എന്താ പറയണ്ട, 2026 മമ്മൂക്കയും ലാലേട്ടനും ഒരു കൂട്ടുകെട്ട്. ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ ഉണ്ട് പോപ്പോ ഈ ജീപ്പിന് മതമിളകി പൊളഞ്ഞും എന്നുള്ള ആ സിനിമയിൽ തുടങ്ങിയ ഒരു എന്താ പറയണ്ട അടിപൊളി ഒരു എനിക്ക് ആ ഒരു ഫീലൊക്കെ അനുഭവപ്പെട്ടു എന്തായാലും. അതുപോലെ തന്നെ ലാലേട്ടനായാലും കുഞ്ചാക്കോ ബോബനായാലും അതുപോലെ തന്നെ ഫഹദ് ഫാസിലായാലും മമ്മൂക്കായാലും വേറെ ലെവലായിരുന്നു. എന്തായാലും ബാറ്ററായിട്ട് എല്ലാ വിജയാശംസകളും. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ പേഴ്സണലി ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഈ പറഞ്ഞ ഏട്ടൻ ഇക്ക അങ്ങനെ ഫാൻ ഫോളോയിങ് അല്ല. ഞാൻ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഏതൊരു പടമാണെങ്കിലും ഞാൻ പറയുന്നത് ക്യാമിയോ വിൽ സ്കോർ മോർ. ഒരു ലീഡ് ഒരാളെ നമ്മൾ കുറേ നേരമായിട്ട് കണ്ടുവരുമ്പോഴത്തേക്കും അതിലൊരു ക്യാമിയോ വരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു ആരവം കൂട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്ന സമയത്താണ് ഇച്ചിരി കൂടെ ഒരു സംഭവം വന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കോംബോ സീൻസ്, ലാലേട്ടൻ്റെ കുറച്ച് ഫൈറ്റ് സീൻസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ കുറച്ച് ഐ എം നോട്ട് റിവീലിംഗ് ബട്ട് ചില സീൻസ് ഒരു വെരി ടച്ചിങ്. ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഫഹദിൻ്റെ സ്വാഗ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹീ സ്വീറ്റ്. സത്യം പറഞ്ഞാൽ ഹി വാസ് റിയലി ഗുഡ്. ഫഹദിൻ്റെ ഷോട്ട്സ് ചില ലാലേട്ടനായാലും ഫഹദായാലും ഈ ക്ലോസപ്പ് ഷോട്ട് കണ്ണിൻ്റെ ഷോട്ടൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.